പീഡന പരാതി മുഖ്യമന്ത്രി 13 ദിവസം പൂഴ്ത്തിവെച്ചു. മുഖ്യമന്ത്രിയുടേത് ഇരട്ട നീതി. രാഹുലിനെതിരായ രണ്ടാം പരാതിയിൽ സംശയമില്ല. CPM മുൻ MLAക്കെതിരായ ലൈംഗിക പീഡന കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇരട്ട നീതിയാണ് സ്വീകരിച്ചതെന്നും 13 ദിവസം പരാതി പൂഴ്ത്തിവെച്ചതിന്റെ കാരണം വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആവശ്യപ്പെട്ടു. കോൺഗ്രസ് പശ്ചാത്തലമുള്ള ഒരു MLAക്കെതിരെ പരാതി വന്നപ്പോൾ മുഖ്യമന്ത്രി അപ്പോൾ തന്നെ പോലീസിന് ഫോർവേഡ് ചെയ്തു. അതിൽ UDFന് പരാതിയില്ല. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. എന്നാൽ CPM സഹയാത്രികനായ മുൻ MLA PT കുഞ്ഞുമുഹമ്മദിനെതിരെ ഒരു യുവതി നൽകിയ പരാതി മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയത് നവംബർ 27-നാണ്. അത് പോലീസിന് കൈമാറിയത് ഡിസംബർ 2-നും കേസെടുത്തത് ഡിസംബർ 8-നുമാണ്. അതായത് മൊത്തം 13 ദിവസമാണ് ഈ പരാതിയുടെ കാര്യത്തിൽ താമസമുണ്ടായത്. ഇതിൽ മുഖ്യമന്ത്രിക്ക് ഇരട്ടത്താപ്പ് നയമാനുള്ളതെന്ന് സതീശൻ വിമർശിച്ചു. കോൺഗ്രസിൽ മുഴുവൻ സ്ത്രീ ലംബടന്മാരാണെന്ന് മുഖ്യമന്ത്രി പറയും. അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ എത്ര പേർ ലൈംഗിക അപവാദ കേസുകളിൽ പെട്ടവരായിട്ടുണ്ട്? മുഖ്യമന്ത്രിയുടെ ഓഫീസിലും മന്ത്രിസഭയിലും ഇടതുപക്ഷ MLAമാരുടെ കൂട്ടത്തിലും ലൈംഗിക അപവാദ കേസിൽപ്പെട്ട എത്ര പേരുണ്ട് എന്നെന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കുമെന്നും സതീശൻ പറഞ്ഞു. ഗെയിൽ സമരവുമായി ബന്ധപ്പെട്ട് VM സുധീറിനെതിരായും PK കുഞ്ഞാലിക്കുട്ടിക്കെതിരായും മുഖ്യമന്ത്രി പ്രസ്താവനകൾ നടത്തിയിരുന്നു. 2017 നടന്ന സമരത്തെ പോലീസ് ക്രൂരമായി അടിച്ചമർത്തിയെങ്കിലും അന്നത്തെ വ്യവസായ മന്ത്രി AC മൊയ്തീൻ ചർച്ച നടത്തുകയും പോലീസിനെ താക്കീത് ചെയ്യുകയും ചെയ്തു. തുടർന്ന് മുഖ്യമന്ത്രി വിളിച്ച യോഗത്തിൽ സമരക്കാരുടെ മുഴുവൻ ഡിമാൻഡുകളും അംഗീകരിച്ചു. ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഗെയിലിന്റെ പൈപ്പിടാൻ നേരത്ത് ഇത് ഭൂമിക്കടിയിൽ കുഴിച്ചിട്ട ബോംബാണെന്ന് പറഞ്ഞ ആളാണ് ഈ പിണറായി വിജയൻ മന്ത്രിസഭയിലെ മന്ത്രിയെന്നും സതീശൻ ഓർമ്മിപ്പിച്ചു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രോസിക്യൂഷൻ അപ്പീൽ പോകേണ്ട കേസാണെന്നും UDFന്റെയും കോൺഗ്രസിന്റെയും നിലപാട് അതുതന്നെയാണെന്നും സതീശൻ വ്യക്തമാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ കോടതി റിമാൻഡ് ചെയ്ത പ്രതി വീണ്ടും രണ്ടാമത്തെ കവർച്ച കേസിൽ കൂടി പ്രതിയായിട്ടും പാർട്ടി നടപടിയെടുത്തില്ലെങ്കിൽ അയ്യപ്പന്റെ സ്വർണം കവർന്നവൻ ഇപ്പോഴും പാർട്ടിക്കാരനാണ് എന്ന് ജനങ്ങൾ പറയുമെന്നും സതീശൻ പറഞ്ഞു. പ്രതി മറ്റ് CPM നേതാക്കളുടെ പേര് പറയുമെന്നുള്ള ഭയം കൊണ്ടാണ് ഒരു നേതാവ് നടപടിയെടുക്കാത്തതെന്നും അദ്ദേഹം ആരോപിച്ചു. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ CPM ഇരട്ടത്താപ്പ് കാണിക്കുകയാണെന്നും VD സതീശൻ ആരോപിച്ചു. 42 കൊല്ലം ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടി തെരഞ്ഞെടുപ്പിനെ നേരിട്ട കക്ഷിയാണ് ഇടതുപക്ഷവും CPM-ഉം. MV ഗോവിന്ദൻ ഉൾപ്പെടെ എല്ലാ പ്രാവശ്യവും നിയമസഭയിലേക്ക് വന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയോടുകൂടിയാണ്. വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ UDF സ്വീകരിച്ചിട്ടുണ്ട്. 42 വർഷം CPM-ന് ആ പിന്തുണ സ്വീകരിക്കാം, കോൺഗ്രസിന് പാടില്ല. 2016 ദേശാഭിമാനി മുഖപ്രസംഗം എഴുതിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിൽ അഭിമാനിക്കുന്നുവെന്നാണ്. ഞങ്ങൾക്കൊരു അകൽച്ചയുമില്ല. ജമാഅത്തെ ഇസ്ലാമി ഞങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചത് ഞങ്ങളതിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് പിണറായി വിജയൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ വന്നിട്ട് ഇങ്ങനെ പരിഹാസ്യരാകരുതെന്നും സതീശൻ പറഞ്ഞു.